ദക്ഷിണാമേരിക്കയിലെ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അർജന്റീനയും ബ്രസീലും വീണ ദിവസമാണ് കടന്നു പോകുന്നത്. രണ്ട് ടീമുകളും പരാജയപ്പെട്ടു. ബ്രസീൽ പരാഗ്വേയോട് ഒരു ഗോളിന് തോറ്റപ്പോൾ അർജന്റീന അതിനു മുമ്പ് നടന്ന മത്സരത്തിൽ, മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന മത്സരത്തിൽ അർജന്റീന 2-1 കൊളംബിയയോട് തോൽക്കുകയായിരുന്നു. ഈ രണ്ട് ടീമുകളുടെയും തോൽവി ഒരുമിച്ച് വന്നപ്പോൾ അതൊരു വലിയ ചർച്ചയായി മാറി. പക്ഷേ ഇതിൽ ഏറ്റവും ഒരു അലാമിംഗ് ആയ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് ബ്രസീലാണ്. കാരണം ബ്രസീലിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കഴിഞ്ഞ അവസാനമായി കളിച്ച ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ 4ലും ബ്രസീൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം ലാസ്റ്റ് മത്സരത്തിൽ ഇക്വഡോറിനോട് 1-0 ഒരു സ്ലെൻഡർ ആയുള്ള ഒരു വിജയം ബ്രസീൽ നേടിയെങ്കിൽ പോലും അതിൽ കാര്യമായി അവകാശപ്പെടാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ടീമിന്റെ പെർഫോമൻസ് വളരെ മോശം തന്നെയായിരുന്നു. റോഡ്രിഗോയുടെ ആ ഒരു ഗോള് മാറ്റി നിർത്തുകയാണെങ്കിൽ ഇക്വഡോറും ബ്രസീലും തമ്മിൽ കാര്യമായുള്ള ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനേക്കാൾ മോശമായുള്ള ഒരു പ്രകടനമാണ് ഇപ്പോൾ പരാഗ്വേക്കെതിരെ കാഴ്ചവെച്ചിരിക്കുന്നത്. പരാഗ്വേക്കെതിരെ അവരുടെ നാട്ടിൽ ബ്രസീലിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. 20-ാം മിനിറ്റിൽ ഡിയാഗോ ഗോമസ് അൺഎക്സ്പെക്റ്റഡ് ആയി ഒരു ഗോൾ നേടുന്നു. ആ ഗോൾ വന്നതോടുകൂടി തന്നെ ബ്രസീൽ ശരിക്കും പ്രതിരോധത്തിലായി. ഫസ്റ്റ് ഹാഫിൽ ഒന്നും ബ്രസീലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് പറയാം. കാരണം ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും അടിക്കാൻ ബ്രസീലിന് സാധിച്ചില്ല. ഫസ്റ്റ് ഹാഫിൽ മൊത്തം 9 ഷോട്ടുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 3 ഷോട്ടുകൾ പിന്നീട് ഓൺ ടാർഗറ്റിലേക്ക് വന്നത് സെക്കൻഡ് ഹാഫിലായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കളി കുറച്ചൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആയി. ബ്രസീൽ കുറച്ചൊക്കെ ശ്രമിച്ചു. വിനീഷ്യസ് ഒക്കെ 2 ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ഗോൾ നേടാനുള്ള ഒരു അവസരമൊക്കെ വിനീഷ്യസിന് ഉണ്ടായിരുന്നു. ഒന്ന് അവരുടെ ഗോളി, പരാഗ്വേയുടെ ഗോളി മികച്ചൊരു സേവിലൂടെ തടുക്കുകയായിരുന്നു. പിന്നെ എസ്റ്റാവിയോനൊരു ചാൻസ് ഉണ്ടായിരുന്നു, ഒരു ഹെഡർ അറ്റംപ്റ്റ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ റോഡ്രിഗോ ആണെങ്കിൽ ഒരു ഷോട്ട് മുകളിലേക്ക് അടിച്ചു കളഞ്ഞു. പക്ഷേ ടോട്ടലി നോക്കുമ്പോൾ ബ്രസീലിന്റെ പെർഫോമൻസ് വളരെ ദയനീയമായിരുന്നു എന്ന് പറയണം. കാരണം ഇത്രയും മികച്ച അറ്റാക്കിംഗ് നിരയുള്ള ഒരു ടീം, കാരണം ലോകത്തെ തന്നെ ഏറ്റവും മികച്ച റയൽ മാഡ്രിഡിന്റെ മുൻനിര താരങ്ങളായ വിനീഷ്യസും റോഡ്രിഗോയും പിന്നെ എൻട്രിക്കൊക്കെ ഉണ്ടായിട്ട് പോലും ബ്രസീലിനൊന്നും കാര്യമായിട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ ഒരു കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം 71% പൊസഷൻ ഉണ്ടായിട്ടും ആകെ 3 ഓൺ ടാർഗറ്റ് ഷോട്ടുകളാണ് ടീമിന് അടിക്കാൻ സാധിച്ചത്. പിന്നെ ടോട്ടലി നോക്കുമ്പോൾ മിഡ്ഫീൽഡിൽ ആ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നില്ല. നല്ലൊരു പ്ലേ മേക്കറുടെ അഭാവം, നെയ്മർ ഇല്ലാത്തതിൻ്റെ അഭാവം ശരിക്കും ടീമിൻ്റെ പ്രകടനത്തെ ബാധിക്കുന്നുണ്ട്. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഒന്നും ഇല്ലാത്തതിൻ്റെ ആ ഒരു അവസ്ഥ ബ്രസീലിലെ കളിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കോച്ചിൻ്റെ ഒരു ക്ലൂ ഇല്ലാത്ത സിറ്റുവേഷൻ, അതായത് അദ്ദേഹത്തിന് അറിയില്ല എന്താ സിറ്റുവേഷൻ എന്നുള്ളത്. കാരണം ഒരു പ്ലാനിങ് അദ്ദേഹത്തിന് ഇല്ലാത്ത പോലെയാണ് നമുക്ക് തോന്നിയത് ബ്രസീലിൻ്റെ കളി കാണുമ്പോൾ. ബ്രസീലിൻ്റെ ഒരു പ്രോപ്പർ ബിൽഡപ്പുകളുള്ള അറ്റാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണെങ്കിൽ ലോങ് ബോളുകളൊക്കെ വെറുതെ അടിച്ച് കളയുന്നൊരു ഫീലാണ് ഉണ്ടായിരുന്നത്. പാസുകളൊന്നും കൃത്യതയാർന്നതായിരുന്നില്ല. പലപ്പോഴും താരങ്ങൾ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ നമുക്ക് ബ്രസീലിയൻ നിരയിൽ കണ്ടില്ല. പിന്നെ ലെഫ്റ്റ് വിങ്ങിലാണെങ്കിലും റൈറ്റ് വിങ്ങിലാണെങ്കിലും ഫസ്റ്റ് ഹാഫിലൊക്കെ വളരെ മോശമായുള്ള ഒരു പ്രകടനമായിരുന്നു ബ്രസീലിൻ്റെ ഒരു ഭാഗത്തു നിന്നുണ്ടായത്. സെക്കൻഡ് ഹാഫിലാണ് അല്പം തന്നെങ്കിലും ശ്രമം നടത്തിയത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ കോച്ചിൻ്റെ ടാക്ടിക്സ് ഒക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതാണെങ്കിൽ പോലും കളിക്കാരുടെ ഭാഗത്തു നിന്നും ആ ഒരു എഫേർട്ട് കണ്ടില്ല. 100% ടീമിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ഫീല് നമുക്ക് കാണാൻ സാധിച്ചില്ല. പലപ്പോഴും വളരെ സേഫ് ആയിട്ടുള്ളൊരു അപ്രോച്ച് സ്വീകരിക്കുന്നതായിട്ടാണ് തോന്നിയത്. പരിക്കൊന്നും പറ്റാതെ രക്ഷപ്പെടണമെന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെയുള്ളൊരു അപ്രോച്ചാണ് തോന്നിയത്. ആ ക്ലബ്ബ് പെർഫോമൻസ്, ക്ലബിലെ മുൻനിര താരങ്ങൾക്ക് രാജ്യത്തിന് വേണ്ടി അത് ആവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പം ഒരു ജോക്കൊക്കെ ഉണ്ട്, അതായത് വിനീഷ്യസും റോഡ്രിഗോയൊക്കെ വൈറ്റ് ഷർട്ടിൽ അല്ലെ വൈറ്റ് ജേഴ്സി അണിഞ്ഞ് കളിക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡിന്റെ ഓർമ്മ വന്ന് മികച്ച രീതിയിൽ കളിക്കുമെന്നുള്ള ഒരു ജോക്കൊക്കെ വളരെ സജീവമായിട്ടുണ്ട്. എന്തായാലും ബ്രസീൽ വളരെ ഒരു പ്രിക്കാരിയസ് ആയുള്ള അല്ലെങ്കിൽ വളരെ ഡേഞ്ചർ ആയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പം പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്താണ്. പക്ഷേ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിനും സെയിം പോയിന്റ് ഉണ്ട്, വെനസ്വേലയ്ക്കും സെയിം പോയിന്റ് ഉണ്ട്. 2 ടീമുകൾക്കും 10 പോയിന്റാണുള്ളത്. പിന്നെ അതിനുശേഷം നിൽക്കുന്ന 2 ടീമുകൾ 9 പോയിന്റ് വീതമുള്ള പരാഗ്വേയും ബൊളീവിയയും ബ്രസീലിന് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ലോകകപ്പ് യോഗ്യതയ്ക്കുള്ള റേസ് വളരെ സജീവമാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതാണ്ട് വൈഡ് ഓപ്പൺ ആവുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ 2026 ലോകകപ്പിൽ 6 ടീമുകൾക്കാണ് ദക്ഷിണ അമേരിക്കയിൽ നിന്ന് നേരിട്ട് യോഗ്യത ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രസീലിന് ഇനി ചാൻസസ് എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പം ബ്രസീൽ ലോകകപ്പിന് യോഗ്യതയൊക്കെ നേടും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഡൊറിവൽ ജൂനിയറിനെ പോലുള്ള ഒരു കോച്ചിനെയൊക്കെ വെച്ച് എങ്ങനെ ബ്രസീൽ മുന്നോട്ട് പോകും? വലിയ പ്രതീക്ഷയൊന്നും ആർക്കും നൽകാൻ പറ്റില്ല. കാരണം ആ രീതിയിലാണ് ഇതുവരെയുള്ള റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇത്രയും ഒരു മോശം ഫേസിലൂടെ സമീപകാലത്തൊന്നും ബ്രസീൽ കടന്നുപോയിട്ടില്ല. ഇപ്പോൾ 8 മത്സരങ്ങൾ കളിച്ചു, 8 മത്സരങ്ങളിൽ 4 മത്സരത്തിലും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ലോകകപ്പ് യോഗ്യതയിലെ ഒരു ട്രാക്ക് റെക്കോർഡ് നിലവിൽ. അപ്പം അതൊരു പ്രോബ്ലം തന്നെയാണ്. ബ്രസീലിന് ശരിക്കും വേണ്ടത് ബ്രസീലിയൻ ശൈലിയേക്കാൾ ഉപരി ഇപ്പം നിലവിൽ എല്ലാ താരങ്ങളും യൂറോപ്പിലാണ് കളിക്കുന്നത്. ബ്രസീലിൻ്റെ എല്ലാ മുൻനിര താരങ്ങൾ അല്ലെങ്കിൽ 90% താരങ്ങളും യൂറോപ്പിലാണ് കളിക്കുന്നത്. അപ്പോൾ അവരെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ, അവരെ യൂട്ടിലൈസ് ചെയ്യാൻ, അവരെ എങ്ങനെ അവരുടെ പ്രതിഭ നന്നായിട്ട് വിനിയോഗിച്ച് എല്ലാവരും കൂടി ഒരു കോർഡിനേറ്റഡ് എഫേർട്ട് ഉണ്ടാക്കി ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ആ രീതിയിലുള്ളൊരു കോച്ചിനെയാണ് വേണ്ടത്. ഒരു യൂറോപ്യൻ എക്സ്പീരിയൻസ് ഉള്ള കോച്ചാണ് ബ്രസീലിന് വേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.
പക്ഷേ ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ഒരു സമീപനം ഉണ്ടാവുന്നില്ല. അപ്പം എന്തായാലും ബ്രസീൽ ഒരു വീണ്ടും വിചാരം നടത്തേണ്ടതുണ്ട്, ബ്രസീലിയൻ കോൺഫെഡറേഷൻ പ്രത്യേകിച്ച്. അർജന്റീന കൊളംബിയ മത്സരം നല്ലൊരു ബാറ്റിലായിരിക്കും എന്ന് ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. എല്ലാവരും ആ രീതിയിൽ തന്നെ ഒരു നല്ലൊരു ബാറ്റിൽ പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് എവേ മത്സരമാണ്, കൊളംബിയയിലാണ് പോരാട്ടം. കൊളംബിയ മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു ടീമാണ്. ഇപ്പം ഈ ലോകകപ്പ് യോഗ്യത റൗണ്ടിൽ ഒറ്റ മത്സരം പോലും അവർ പരാജയപ്പെട്ടില്ല. കോപ്പ അമേരിക്ക ഫൈനലിൽ പൊരുതിയാണ് അർജന്റീനയോട് അവർ പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വർദ്ധിത വീര്യത്തോടെ കൊളംബിയ അർജന്റീനയ്ക്കെതിരെ കളിക്കുമെന്ന് നമുക്കറിയായിരുന്നു. ആ രീതിയിൽ തന്നെയുള്ള ഒരു പെർഫോമൻസ് കൊളംബിയയുടെ ഭാഗത്തു നിന്നുണ്ടായി. അവർക്ക് തുടക്കത്തിൽ തന്നെ 25-ാം മിനിറ്റിൽ ഒരു ഗോൾ നേടാൻ സാധിച്ചു. ഹാമിഷ് റോഡ്രിഗസ് ഇപ്പോഴും മികച്ച ഫോമിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ക്രോസിൽ നിന്നായിരുന്നു മോസ്ക്വേര ആ ഗോൾ നേടിയത്. അതോടുകൂടി അർജന്റീന കുറച്ചൊന്ന് പ്രഷറിലേക്ക് വീണു. പിന്നെ അർജന്റീനയ്ക്ക് ഒന്ന് സെറ്റായി വരാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ നിക്കോ ഗോൺസാലസ് ആണ് ആ ഗോൾ നേടിയത് അർജന്റീനയുടെ സമനില ഗോള്. അത് അദ്ദേഹം തന്നെ ബോൾ റാഞ്ചി മുന്നോട്ട് കൊണ്ടുപോയിട്ട് നടത്തിയ ഷോട്ടായിരുന്നു. ആ ഷോട്ട് ശരിക്കും ചെറിയൊരു ഗോളിയുടെ, അതായത് വർഗാസ്, കൊളംബിയയുടെ ഗോളിയുടെ ഒരു ഹെൽപ്പ് കൂടി ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ചെറിയൊരു മിസ്റ്റേക്ക് കൂടിയായിരുന്നു ആ ഗോളിലേക്ക് കലാശിച്ചത്. അദ്ദേഹത്തിന്റെ കാലിന് ഇടയിലൂടെയാണ് പന്ത് വലയിലെത്തിയത്. പിന്നീട് 60-ാം മിനിറ്റിൽ ആ പെനാൽറ്റി വന്നതോടുകൂടി കളിയുടെ ഗതി വീണ്ടും മാറി. ഹാമിഷ് റോഡ്രിഗസ് വളരെ അനായാസമായി തന്നെ അത് ഗോളാക്കി. എമിലിയാനോ മാർട്ടിനസിന് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ആ ഒരു പെനാൽറ്റിയെ സംബന്ധിച്ച് ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായി. അത് പെനാൽറ്റി ആണോ? കാരണം മുനോസിനെ ബോക്സിനുള്ളിൽ ഒട്ടമെന്റി വീഴ്ത്തിയതിനായിരുന്നു റഫറി ആദ്യം പെനാൽറ്റി അനുവദിച്ചില്ല. പിന്നീട് വാറിന്റെ പെനാൽറ്റി നൽകിയത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ചെറിയ തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അർജന്റീനയെ സംബന്ധിച്ച് അവർക്കൊരു ഐ ഓപ്പണറാണിത്. കാരണം തുടർച്ചയായിട്ട് വിജയിക്കുന്ന ടീമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ വെറും 3 മത്സരങ്ങൾ മാത്രമാണ് സ്കലോണിയുടെ ടീം പരാജയപ്പെട്ടത്. ഇപ്പം കോപ്പ അമേരിക്ക വിജയിച്ചതിന് ശേഷമാണ് ഇപ്പം വീണ്ടും ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ മത്സരത്തിൽ മികച്ചൊരു വിജയം നേടാനും സാധിച്ചു. അപ്പോൾ അർജന്റീന തുടർച്ചയായിട്ട് വിജയിച്ചു പോകുന്നൊരു ടീമാണ്. ഇത്രയും കൺസിസ്റ്റൻ്റായി കളിക്കുന്ന ലോക ചാമ്പ്യന്മാരാണ്. അപ്പോൾ അവർക്ക് ഒരു പരാജയം അവർക്ക് ഗുണം ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമാണ് പൊതുവെ ആരാധകർക്കും ഉള്ളത്. കാരണം ഒരു ഐ ഓപ്പണർ എന്നുള്ള രീതിയിൽ ടീമിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. സ്കലോണി മത്സരശേഷം അത് സൂചിപ്പിക്കുകയും ചെയ്തു. എന്തായാലും അർജന്റീനയ്ക്കും ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഇത്. കൊളംബിയ വലിയൊരു വെല്ലുവിളി ആയിരിക്കും എന്നുള്ള കൃത്യമായ സൂചന തന്നെയാണ് അവർ നൽകിയിരിക്കുന്നത്.